യെസ്, അപ്പോൾ നമ്മൾ പശ്ചിമേഷ്യയിലേക്ക് പോകണം. കാരണം ഈ പറഞ്ഞതുപോലെ ഇപ്പോഴും അശാന്തമാണ് അവിടുത്തെ ആകാശം, ഭൂമി. പക്ഷേ കഴിഞ്ഞ ദിവസം യുദ്ധത്തിന് താൽക്കാലിക വിരാമം എന്ന് ട്രംപ് അത് കുറച്ച് നാളായി പറയുന്നു. ഇപ്പോൾ ഇറാൻ പറഞ്ഞു ഞങ്ങൾ ഗൾഫ് രാഷ്ട്രങ്ങളെ ആക്രമിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ അന്നാണ് കൂടുതൽ ഡ്രോണുകളും മിസൈലുകളും അവിടെ ആ ഭാഗങ്ങളിലൊക്കെ പതിച്ചത്. അപ്പോൾ എന്താണെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല. പുറത്തു വരുന്ന വാർത്തകളിൽ എത്രമാത്രം കൃത്യതയുണ്ടെന്ന് പോലും സംശയമുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇറാന് മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണവായുധ നിർമ്മാണവും പരീക്ഷണവും ആണവ സമ്പുഷ്ടീകരണവും പൂർണ്ണമായും നിർത്തിവെക്കണം. മിസൈലുകൾ യുദ്ധരംഗത്ത് വിന്യസിക്കുന്നതും പരീക്ഷണവും നിർമ്മാണവും നിർത്തിവെക്കണം. സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ സൂക്ഷിക്കാനാകില്ല എന്ന നിലപാടും ട്രംപ് പങ്കുവച്ചു. We're looking for all of the things that we've been talking about. We want to see no nuclear bomb, no nuclear weapon, not even close to it, low key on the missiles. We want to see peace in the Middle East. We want the nuclear dust. We're going to want that, and I think we're going to get that. We want no enrichment, but we also want the enriched uranium. If this happens, it's a great start for Iran to build itself back, and it's everything that we want. And it's also great for Israel, and it's great for the other Middle Eastern countries, Saudi Arabia, UAE, Qatar, all of them, Kuwait and Bahrain in particular. So it's great for all of them. യെസ്, വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ഒപ്പം ചേരുന്നുണ്ട്. പ്രജിത്ത്, എന്തു കാരണത്താലാണോ ഈ യുദ്ധം തുടങ്ങിയത് അതേ കാരണമാണ് ഇപ്പോൾ ട്രംപ് ഇതൊക്കെ ഒഴിവാക്കിയാൽ യുദ്ധം അവസാനിപ്പിക്കാം. അതായത് ഏതൊരു വിഷയത്തിലാണോ ഇറാനും അമേരിക്കയും തമ്മിൽ ഇടഞ്ഞത്, അല്ലെങ്കിൽ ഇറാനും ഇസ്രയേലും തമ്മിൽ ഇടഞ്ഞത്, അതേ കാരണത്താൽ ഇപ്പോഴും അത് തുടരുന്നു. അതുതന്നെ മാറ്റിവെച്ചാൽ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് ട്രംപ് പറയുന്നു, അല്ലേ? കാരണം ഇറാനിൽ തുടർച്ചയായി നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെയും ഇതൊരു അവസാനത്തിലേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. പ്രത്യേകിച്ച് ലോകരാഷ്ട്രങ്ങളടക്കം സമ്മർദ്ദം ശക്തമാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകാമെന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഒന്ന്, ഈ പല രാജ്യങ്ങളിലും ഇന്ധന പ്രതിസന്ധി അടക്കം റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിരിക്കുന്നു. ലോക വ്യാപാരം തന്നെ ഏതാണ്ട് നിലച്ച രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ സ്വാഭാവികമായും യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ള ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അത്തരം ആവശ്യങ്ങളോടും ചോദ്യങ്ങളോടുമുള്ള പ്രതികരണമായിട്ടാണ് മുൻപ് പറഞ്ഞ അതേ കാര്യങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ആവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ഈ ഇറാനിൻ്റെ ആണവ സായുധ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള സമ്പൂർണ്ണ നിരായുധീകരണമാണ് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. അതിന് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന വ്യവസ്ഥകൾ എന്നുള്ളത്, ഒന്ന്, ഈ ആണവായുധ നിർമ്മാണങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരീക്ഷണങ്ങൾ, ഒപ്പം ആണവ സമ്പുഷ്ടീകരണവും പൂർണ്ണമായി നിർത്തണം. ഇതുമായി ബന്ധപ്പെട്ട യാതൊരു തുടർ നടപടികളും ഇറാൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകരുത്. രണ്ട്, ഇറാനിൽ ഇപ്പോഴുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് ഇറാന് വെളിയിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കണം. ഇത് പ്രധാനപ്പെട്ട ഇറാൻ്റെ ഈ ആണവ വിപുലീകരണവുമായി ബന്ധപ്പെട്ട്, ആണവായുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ടുള്ള വ്യവസ്ഥയാണ്. രണ്ടാമതായി പറയുന്നത്, പല രാജ്യങ്ങളെയും ആക്രമിക്കാൻ ശേഷിയുള്ള ഇറാൻ്റെ ഈ മിസൈൽ ഡെവലപ്പിംഗ് അത് പൂർണ്ണമായും നിർത്തണം എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡിഗോ ഗർഷ്യയിൽ വരെ ആക്രമണം നടത്താൻ ശേഷിയുള്ള രീതിയിലുള്ള മിസൈലുകൾ ഇതുവരെ അതൊരു പക്ഷേ ഇറാൻ അത്തരം മിസൈലുകൾ ഇറാൻ്റെ കൈവശമുണ്ടെന്നുള്ള വിമർശനങ്ങളെ അല്ലെങ്കിൽ നിരീക്ഷണങ്ങളൊക്കെ ഇറാൻ തള്ളിക്കളയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഈ ആക്രമണങ്ങളോടെ ഇറാൻ്റെ കയ്യിലുള്ള മിസൈലുകളുടെ ദീർഘദൂര പരിധി എത്രത്തോളമാണ് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ നിർവചനങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരം മിസൈൽ നിർമ്മാണങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ മിസൈലുകൾ യുദ്ധരംഗത്ത് വിന്യസിക്കുന്നത് അവസാനിക്കണം. പുതിയ മിസൈലുകളുടെ പരീക്ഷണങ്ങൾ എന്നിവയും പൂർണ്ണമായും അവസാനിപ്പിക്കണം എന്നുള്ള ആവശ്യവും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം പ്രജിത് മോഹനാണ് ഒപ്പം ചേർന്ന്